ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കോട്ടയം മീൻ കറി ഉണ്ടാക്കിയാലോ? ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും കൂടെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ മുളക് പൊടി എടുത്ത പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഒന്ന് കലക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3 കുടംപുളി നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് തിളച്ച് വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേകട്ടെ. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മേളിലോട്ട് തൂക്കിക്കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ.